ഹലോ, വീഡിയോ ഇഷ്ടമായാലേ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇതെൻ്റെ യെല്ലോ സ്ട്രോബെറി പേരയാണ്. ഇതിൻ്റെ ഫ്രൂട്ട് കാണാൻ പേരേൻ്റെ ഷേപ്പാണ്, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇതിന് ആ പേര് വന്നിരിക്കുന്നത്. ഇലയും സാധാരണ പേരേൻ്റെ ഇലയും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല കേട്ടോ. പക്ഷെ നല്ല ഇങ്ങനെ ബുഷിയായിട്ട് നിൽക്കും യെല്ലോ സ്ട്രോബെറി പേര. നമുക്കൊരു കുറ്റിച്ചെടിയായിട്ട് വളർത്താനും പിന്നെ അതിനകത്ത് ഇങ്ങനെ ഫ്രൂട്ടൊക്കെ ഉണ്ടായിട്ട് കാണാനൊക്കെ നല്ല ഭംഗിയാണ്. ഒരു ഓർണമെൻ്റൽ പ്ലാന്റ് ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണിത്. പിന്നെ ഇതിൻ്റെ പേരയ്ക്ക അതെന്ന് വെച്ചാൽ കുറച്ചൊരു മഞ്ഞ കളറിലേക്ക് വരും. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല കുരുവൊക്കെ ഉണ്ട്, കുറച്ച് കട്ടിയുള്ള കുരുവാണ്. ചെറിയൊരു പുളിപ്പ് കലർന്ന ഒരു മധുരമാണ് ഇതിനുള്ളത്. സാധാരണ പേരേൻ്റെ ടേസ്റ്റേ അല്ല. എനിക്ക് തോന്നുന്നൊരു ജ്യൂസൊക്കെ അടിച്ച് കഴിഞ്ഞാൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടും, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇതിങ്ങനെ തന്നെ പച്ചക്ക് കഴിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പഴുത്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്കത്ര വലിയ ഇഷ്ടമായില്ല കേട്ടോ. ഇതെൻ്റെ റെഡ് സ്ട്രോബെറി പേരയാണ്. ഇത് യെല്ലോ പോലെയല്ല, കുറച്ചുകൂടി ഹൈറ്റിൽ പോകും കേട്ടോ. ഇതിന് ഈ ചെറിയ കായ ഉണ്ടല്ലോ, ഇതിൻ്റെ ഫസ്റ്റ് ടൈം കായ്ച്ചതാണ്. ഇത് രണ്ടും ഞാൻ ഒരേ സമയത്ത് നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോഴൊക്കെ നഴ്സറി പോയി കഴിഞ്ഞാൽ അവർ പറയും അടിപൊളി പ്ലാന്റാണ്, അടിപൊളി ഫ്രൂട്ടാണെന്നൊക്കെ പറഞ്ഞാണ് ഞാൻ ഇത് രണ്ടും വാങ്ങിച്ചത്. പക്ഷേ ഇതിനകത്ത് റെഡ് ഉണ്ടായത് ഇപ്പോഴാണ് കേട്ടോ. അതിലാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് അതുകൊണ്ട് തന്നെ എനിക്ക് എന്താണെന്ന് അറിഞ്ഞുകൂടാ. അതിന് കാവെടുത്തും കുറച്ച് കുറവാണെന്ന് ഞാൻ പിന്നീടാണ് അറിഞ്ഞത്. എന്തായാലും വെറൈറ്റി ഫ്രൂട്ട് പ്ലാന്റ്സ് ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ചെടിയാണ്. വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ നട്ട് കഴിഞ്ഞാൽ നല്ല ബുഷിയായിട്ട് ഈ കാ പിടിച്ചാൽ തന്നെ മഞ്ഞ കളറിൽ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ്. ഇഷ്ടമുള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കാം, അത്രയേ ഉള്ളൂ. ഞാൻ കൂടുതലായിട്ട് സജസ്റ്റ് ചെയ്യുന്നില്ല കേട്ടോ. താങ്ക് യു.